ഹലോ നീറ്റ് ആസ്പിരൻസ്. ഈ ഒരു എക്സാമിനോട് അടുത്ത സമയത്ത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും കയറി വരുന്ന ഒരു ചോദ്യം തന്നെയാണല്ലേ, എക്സാമിനേഷന്റെ ലെവൽ എങ്ങനെയായിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും? ആ എക്സാമിനേഷൻ പേപ്പർ ഈസി പേപ്പർ ആയിരിക്കുമോ, മോഡറേറ്റ് ആയിരിക്കുമോ, ടഫ് ആയിരിക്കുമോ എന്നുള്ളത്. എൻ്റെ മക്കൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NTA എല്ലാ വർഷവും ഒരു ചേഞ്ച് കൊണ്ടുവരാറുണ്ട്. നമ്മൾ നീറ്റ് 2025 കഴിഞ്ഞ പ്രാവശ്യം, അതായത് ലാസ്റ്റ് ഇയർ നമ്മൾ ആ പേപ്പർ കണ്ടതാണ്. അവിടെ ഫിസിക്സ് പേപ്പർ അത്യാവശ്യം കുട്ടികൾക്ക് ഒരു മോഡറേറ്റ് ടു ടഫ് ആ ഒരു ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ NTA ഓരോ വർഷവും പുതിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം ഫിസിക്സ് മാത്രം ടഫ് ആവുക അങ്ങനെയല്ല. വേണമെങ്കിൽ കെമിസ്ട്രി ടഫ് ആക്കാം, വേണമെങ്കിൽ ബയോളജി ടഫ് ആക്കാം. പക്ഷെ ആ ടഫ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ മാറ്റേണ്ട ഒരു സമയമാണ്. എന്താ കാരണം? ഇപ്പൊ ബയോളജി മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ NCERT ലൈൻ ബൈ ലൈൻ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ എക്സാം ടഫ് എന്നുള്ളൊരു വേർഡ് അവിടെ കയറി വരുന്നുണ്ടോ? ഇല്ല. ആ യൂണിറ്റ് ഒരു യൂണിറ്റ് ഇപ്പൊ ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് വായിക്കണം. സയന്റിസ്റ്റിന്റെ പേരുകൾ നമ്മൾ അവിടെ വായിച്ചെടുക്കണം. അവരെക്കുറിച്ച് അവർക്കുള്ള ഒരുപാട് അവാർഡ് പ്രൈസസ് കാര്യങ്ങളൊക്കെ ഓരോ യൂണിറ്റ് തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതും ഇൻട്രൊഡക്ഷനും സമ്മറിയും എക്സസൈസ് അടക്കം നമ്മൾ ചെയ്യണം എന്നാ പറയാം. അതുപോലെ കെമിസ്ട്രിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം MCQs തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പുതുതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും തിയറി ഒന്നും നമുക്ക് പഠിക്കാൻ സമയമില്ല, പഠിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അടിപൊളിയാക്കി എടുക്കാനുള്ള സമയമല്ലേ. സോ കെമിസ്ട്രി ഒക്കെ NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി അല്ലാത്ത കുട്ടികളാണെങ്കിൽ മോർ MCQസിലേക്ക് പ്രാക്ടീസ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണപ്പെടും. അവിടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ കുറച്ചൊന്ന് അപ്ലിക്കേഷൻ ലെവൽ, കുറച്ചൊന്ന് ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ ഫിസിക്സിന്റെ കേസിൽ അല്ലെ, ഒരു തവണയെങ്കിലും NCERT വായിക്കണം എന്നാണ് പറയാറ്. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണല്ലേ. പക്ഷേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അത് വായിക്കണം എന്നാണ് പറയുക. അപ്പൊ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് JEE ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കാണും. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോൺസെപ്റ്റ് എന്താവും, അടിപൊളിയാവും എന്നുള്ളതാണ്. സോ ഇനിയുള്ള ഒരു സമയം നമ്മൾ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ആലോചിച്ചിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കും. അപ്പൊ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യല്. ബട്ട് നമുക്ക് നീറ്റിന്റെ പാറ്റേൺസ് PYQs കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വർഷവും പുതിയ ചേഞ്ചസ് അവർ കൊണ്ടുവരാറുണ്ട്. ഈവൻ ലാസ്റ്റ് ഇയറിലൊക്കെ ഞാൻ എന്റെ സബ്ജക്ട് ബയോളജി ആയതുകൊണ്ടാണ് ബയോളജി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. ബയോളജിയിൽ നമുക്ക് മുന്നേയുള്ള സ്റ്റേറ്റ് എക്സാം, കേരള എക്സാംസിനൊക്കെ, നീറ്റ് എക്സാമിന്റെ മുന്നേയുള്ള APM ടീം സ്റ്റേറ്റ് എക്സാംസ് വേറെ ആയിരുന്നല്ലോ. അന്ന് കേരള എക്സാംസിനൊക്കെ മെയിൻ ആയിട്ട് ആ സയന്റിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം അവർ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇനി സമ്മറിയിൽ ഒരുപാട് പോയിന്റ്സ് ചില ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വായിക്കേണ്ടി വരും. സോ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് MCQs ചെയ്യേണ്ട സമയമാണ്. സോ നമ്മളെ പ്രിപ്പറേഷൻ നമുക്കത് സ്റ്റെക്ക് ആവരുത്. നിങ്ങളെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ. പിന്നെ ഈ ഒരു ലാസ്റ്റ് സമയത്ത് എല്ലാ കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അവരോട് വിളിച്ചിട്ട് അല്ലെ നിങ്ങളെ പഠിത്തം എന്തായി, നിങ്ങൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവർ ചിലപ്പോൾ പറയും, ആടാ ഞാൻ 3rd ടൈം റിവിഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ചില കുട്ടികൾ പറയും. അപ്പൊ ഈ വിളിച്ച ആള് ചിലപ്പോൾ ഫസ്റ്റ് റിവിഷൻ പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. എന്തിനാണ് വെറുതെ ഒരു അല്ലേ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നത്? ഒരു ടെൻഷൻ നമ്മൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? സോ അങ്ങനെയുള്ള കമ്പാരിസൺ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ്. നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി എൻ്റെ മക്കള് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്ത് റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ഓക്കെ, ബൈ ബൈ.